സമാധാന ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനെ വരുതിയിലാക്കാൻ കടുത്ത നീക്കവുമായി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം തുടങ്ങി. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ തടയും. നീക്കം ചെറുത്താൽ ഇറാനിയൻ കപ്പലുകളെയും തകർക്കുമെന്നതാണ് ട്രംപ് പറയുന്നത്. എന്നാൽ യുദ്ധം വീണ്ടും ഉണ്ടായാൽ അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയാത്ത യുദ്ധമുറ പുറത്തെടുക്കും എന്നതാണ് ഇറാൻ പറയുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ചേരുന്നു. ശ്രീജിത്ത്, ഈയൊരു ഇറാനെ വരുതിയിൽ തന്നെ ആക്കാനുള്ള നീക്കം തന്നെയാണ് അമേരിക്ക നടത്തുന്നത്. ഹോർമൂസിൽ നാവിക ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം ആരംഭിച്ചിട്ടുണ്ട്. ഇറാന്റെ തീരത്തിലേക്ക് പോകുന്ന, അതോടൊപ്പം തന്നെ ഹോർമുസിലേക്ക് പോകുന്നതോ വരുന്നതുമായ കപ്പലുകൾ പൂർണ്ണമായി തന്നെ തടയുമെന്നായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെയാണ് 14 കപ്പലുകൾ, പടക്കപ്പലുകൾ ഈ പ്രദേശത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നാവിക കപ്പലുകൾക്കുള്ളിൽ പോർവിമാനങ്ങളും അതോടൊപ്പം തന്നെ കരയുദ്ധത്തിനുള്ള സൈനികരുമുണ്ടെന്നാണ് വിവരം. എന്തായാലും ഈ മേഖലയിലേക്ക് ഒരു യുദ്ധസമാനമായ സാഹചര്യം തന്നെ ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ഇറാൻ ഇതിനെ കാണുന്നത് പരിഹസിച്ച് തള്ളുകയാണ്. ഇത്തരം ട്രംപിൻ്റെ നീക്കങ്ങളെ പരിഹസിച്ച് തള്ളുന്നതിനോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും അവർ മുന്നോട്ട് വയ്ക്കുന്നു. തങ്ങളുടെ തുറമുഖങ്ങൾ 11 തുറമുഖങ്ങളുണ്ട് ഇറാനിൽ. ഈ 11 തുറമുഖങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്നും അവർ വെല്ലുവിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ കപ്പലുകളെ കടലിൽ മുക്കിക്കളയും എന്നും വെല്ലുവിളിയുമായി അവർ രംഗത്തുണ്ട്. പക്ഷേ ഇതിനിടയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ചില വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ ഭാഗത്തു നിന്നും ചിലരെല്ലാം ചർച്ചയ്ക്ക്, നയതന്ത്ര ചർച്ചയ്ക്ക് തങ്ങളെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളും ചർച്ചയുമായി മുന്നോട്ട് പോകുമെന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം ഈ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ അത് വിപണിയിലും നമുക്ക് കാണാൻ കഴിയും. ഈ ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ വിലയെല്ലാം 100-ന് പുറത്തേക്ക് പോയിരുന്നു. $100 പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയിൽ നാം കണ്ടിരുന്നു. പക്ഷേ ഈ നയതന്ത്ര ചർച്ച ഉണ്ടാകുമെന്ന രീതിയിൽ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ ഇത് 100-ൽ നിന്നും 97-ലേക്ക് കൂപ്പുകുത്തുന്നത് നാം കണ്ടിരുന്നു. അങ്ങനെ വലിയൊരു സംഘർഷം ഒരു മേഖലയിൽ നിൽക്കുമ്പോഴാണ് ശുഭകരമായ ചില ഇത്തരം വാർത്തകളും പുറത്തു വരുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി പെട്ടെന്ന് തന്നെ ഒഴിവായി പോകുന്നതാണ് പല രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തുർക്കിയും പാകിസ്ഥാനുമെല്ലാം വീണ്ടും ഒരു നയതന്ത്ര ചർച്ചയിലേക്ക് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതിനിടയിലാണ് ഇത്തരം വെല്ലുവിളികളും ഉണ്ടാകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള സാഹചര്യം അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഈ വെല്ലുവിളികൾ പല പ്രദേശത്തു നിന്നും പല നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ സമാധാന ചർച്ചയ്ക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയായി മാറുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഈ സമാധാന ചർച്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, എന്തായാലും സമാധാന ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനെ വരുതിയിലാക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം തുടങ്ങി. ഇറാൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ തടയും. നീക്കം ചെറുത്താൽ ഇറാനിയൻ കപ്പലുകളെയും തകർക്കുമെന്നതാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ യുദ്ധം വീണ്ടും ഉണ്ടായാൽ അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയാത്ത യുദ്ധമുറ പുറത്തെടുക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.